Next problem. Find the general solution of t square y double dash minus 4ty dash plus 6y is equal to 0 where t greater than 0 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ശ്രദ്ധിക്കാം. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്യാനും കൂടിയല്ല, ജനറൽ സൊല്യൂഷൻ കൂടിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാണ്? ടി സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 4ty ഡാഷ് പ്ലസ് 6y is equal to 0 where t greater than 0. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന്, ഏത് ഫോമിലാണെന്ന് അനലൈസ് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയിട്ട്, അതായത് നമ്മൾ ജനറൽ സൊല്യൂഷൻ്റെ ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ സൊല്യൂഷൻ്റെ ഫോം പഠിച്ചിട്ടുണ്ട് എന്നല്ല, ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത് പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഓയിലർ ഇക്വേഷൻ്റെ ഫോമാണ് അല്ലേ. എന്തായിരുന്നു ഓയിലർ ഇക്വേഷൻ എന്ന് പറഞ്ഞത്? ടി സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് ATy ഡാഷ് പ്ലസ് BY is equal to 0 എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇതായിരുന്നു ഓയിലർ ഇക്വേഷൻ. ഇവിടെ A is equal to -4ഉം B is equal to 6ഉം ആയിട്ടാണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഓയിലർ ഇക്വേഷനാണ്. അപ്പോൾ ഒരു ഓയിലർ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x is equal to ln t എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അതിന് കൊടുക്കുക. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിനോട്ട് എന്ത് ചെയ്യാണ്? ലിനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? x is equal to ln t എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം y ഡാഷ് കണ്ടുപിടിക്കണം. y ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? dy/dt വിച്ച് ഇസ് ഈക്വൽ ടു dy/dx ഇൻറ്റു dx/dt. ആൻഡ് ഓൾറെഡി dx/dt കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/t കിട്ടും. സോ dx/dtക്ക് 1/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് ഈസ് ബിക്കം dy/dx അല്ലേ. നമ്മൾ ഓൾറെഡി ഇത് തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേഗം സ്പീഡിൽ വന്നത്. സോ y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/t² ഇൻറ്റു d²y/dx² മൈനസ് 1/t² ഇൻറ്റു dy/dx എന്ന് കിട്ടും. ഇനി നമ്മളത് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടി സ്ക്വയർ വൈ ഡബിൾ ഡാഷ് അല്ലേ. അപ്പോൾ ടി സ്ക്വയർ വൈ ഡബിൾ ഡാഷിൽ അത് വൈ ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. -40 ഇൻറ്റു വൈ ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്? 1/t ഇൻറ്റു dy/dx പ്ലസ് 6y is equal to 0 എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? ടി സ്ക്വയർ ഇൻറ്റു 1/t² ഇൻറ്റു d²y/dx² മൈനസ് 1/t² ഇൻറ്റു അതിൻ്റെ മുന്നേ നമുക്കൊരു t² ഇൻറ്റു എന്നുണ്ട് അല്ലേ. t² ഇൻറ്റു 1/t² dy/dx എന്ന് വരും. ഇപ്പം നമുക്കിടെ ഈ t² ക്യാൻസൽ ചെയ്ത് പോകും. ഈ t² ക്യാൻസൽ ചെയ്ത് പോയിട്ട് അതെന്ത് വരും? d²y/dx² മൈനസ് dy/dt എന്ന് നമുക്ക് കിട്ടി ഓൾറെഡി. ഇനി അടുത്തൊരു അതാണ് അവിടുത്തെ ഉള്ള ടേം. ഇവിടെ ഉള്ള ടേം എന്ന് പറയുന്നതിൽ ഈ 40യിലെ ടിയും ടിയുടെയും ക്യാൻസൽ ചെയ്ത് പോകും. സോ അതെന്ത് വരും? -4 dy/dx എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു കിട്ടിയത്. d²y/dx² മൈനസ് dy/dx. ദെൻ നമുക്കിവിടെ റിമൈനിങ് ആയിട്ട് ഇവിടെ -4 dy/dx പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ മൈനസ് dy/dxും പ്ലസ് -4 dy/dx കൂടി ആഡ് ചെയ്യുമ്പോൾ -5 dy/dx എന്ന് വരും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? d²y/dx² -5 ഇൻറ്റു dy/dx പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതിലോട്ട് കൺവേർട്ട് ചെയ്ത് പോയി? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. മോർ കൺവീനിയൻ്റ്ലി വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ടു y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി, അതായത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിനെ എങ്ങനെ സോൾവ് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാ വരിക? m² മൈനസ് 5m പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കുക ഏതൊക്കെ രണ്ട് ടേംസ് എടുത്തു കഴിഞ്ഞാലാണ്
അതായത് ഇത് സോൾവ് ചെയ്യാൻ ഒന്നല്ലെങ്കിൽ നമുക്ക് b² - 4ac ചെയ്യാം, അല്ലെങ്കിൽ ലിനിയർ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെ രണ്ടെണ്ണം പ്രൊഡക്റ്റ് ചെയ്താൽ ആ 6 കിട്ടുക നോക്കുക. അപ്പോൾ 1ഉം 6 എടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും, -1ഉം -6 എടുത്താൽ 6 കിട്ടും, 3ഉം 2ഉം എടുത്താൽ 6 കിട്ടും, -3ഉം -2ഉം എടുത്താലും 6 കിട്ടും. ഇനി ഈ പോസിബിൾ പെയേഴ്സിലെ ഏത് രണ്ടെണ്ണം ആഡ് ചെയ്താലാണ് നമുക്ക് ഏത് കിട്ടുക, -5 കിട്ടുക എന്ന് ചെക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -5 കിട്ടുമോ? ഇല്ല. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -5 കിട്ടുമോ? ഇല്ല. ഇത് രണ്ടും ആഡ് ചെയ്താൽ -5 കിട്ടുമോ? ഇല്ല. പിന്നെ ഏത് രണ്ടും ആഡ് ചെയ്താലേ -5 കിട്ടുള്ളൂ? ഇത് രണ്ടും. സോ നമുക്കിതിനെ ഈ m² - 5m + 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 3 ഇൻറ്റു x m ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം, m - 3 ഇൻറ്റു m - 2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. m - 2 ഇൻറ്റു m - 3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്, ഒന്നല്ലെങ്കിൽ m - 2 is equal to 0 ഓർ m - 3 is equal to 0. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് m is equal to 2 ഓർ m is equal to 3 എന്ന് നമുക്ക് കിട്ടിപ്പോയി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റൂട്ട്സ്, അതായത് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ കിട്ടി? 2ഉം 3ഉം ആണ് റൂട്ട്സ് എന്ന് കിട്ടി. സോ നമ്മൾ അതിനെ m1 m2 എന്ന് വിളിച്ചു. സോ m1 is equal to 2 എന്ന് പറയുന്നത്, m2 is equal to 3 എന്ന് പറയുന്ന രണ്ട് തരത്തിലായിട്ട് നമ്മൾ എടുത്തു. സോ m1 is equal to 2, m2 is equal to 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ് അല്ലേ. അപ്പോൾ ഒരു ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ നമ്മൾ എന്താ പറയാറ്? y is equal to c(c1 e power m1t plus c2 e power m2t എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ y is equal to എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റി? c1 e power 2x plus c2 e power 3x ഇത് നമുക്ക് എഴുതാൻ പറ്റും. എന്ത് is equal to? y is equal to, ഇപ്പോൾ y is equal to c1 e power 2x plus c2 e power 3x എന്ന് നമ്മൾ എഴുതിപ്പോയി. പക്ഷേ ഇവിടെ വെച്ച് നമുക്ക് സോൾവ് ചെയ്യൽ നിർത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ x is equal to ln t എന്നായിരുന്നു നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് എക്സിന് പകരം എന്തെൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ln t എന്ന് പറയുന്നത് തന്നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ നമ്മളിവിടെ സോൾവ് ചെയ്ത ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത് y is equal to c1 e power 2x plus c2 e power 3x എന്നുള്ള ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? എക്സിന് പകരം ln t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എക്സിന് പകരം ln t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എന്ത് വരും? y is equal to c1 e power 2 ln t plus c2 e power 3 ln t എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം. ഞാൻ ഒരു ടേം മാത്രം പറഞ്ഞുതരാം, മറ്റേ ടേം അങ്ങനെ e power 2 ln t എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിട്ട് മാറും? e power ln t² എന്നായിട്ട് മാറും അല്ലേ. അതായത് ഈ 2നെ ടീൻ്റെ പവറിലോട്ട് എടുക്കുക. ദെൻ നമുക്കിത് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു t² എന്ന് വരും. കാരണം എന്താണ്? അതായത് എക്സ്പോണൻഷ്യലും ലോഗരിതം കൂടിയാണ്. പെൻസിലിൽ പോയിട്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു t² എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് e power 2 ln t എന്ന് പറയുന്നത് t² ആണെന്ന് കിട്ടി. അതേമാതിരി തന്നെ e power 3 ln t എന്ന് പറയുന്നത് t³ ആണെന്ന് കിട്ടും. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് ബിക്കം ചെയ്തു? y is equal to c1 t² plus c2 t³ എന്ന് കിട്ടിപ്പോയി. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അനലൈസ് ചെയ്തു. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഓയിലർ ഇക്വേഷൻ ആയിരുന്നു. ഓയിലർ ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ x is equal to ln t എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് y' ഒക്കെ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിലോട്ട് റെഡ്യൂസ് ചെയ്തു. ഇപ്പം നമുക്ക് അതിൻ്റെ റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴുള്ള ജനറൽ സൊല്യൂഷൻ എഴുതി. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. നമ്മൾ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരുന്നു അവിടെ. പക്ഷെ നമ്മൾ അതിലല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? തന്ന ഓയിലർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം? തന്ന ഓയിലർ ഇക്വേഷനിലായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? x is equal to ln t എന്ന് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ x is equal to ln t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ y is equal to c1 t² plus c2 t³ എന്ന് കിട്ടി. ഓക്കെ, അത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.